ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററിയിലെ ജോഗ്രഫി സെക്ഷനാണ്. ടൈം ലൈൻ ആൻഡ് ജോഗ്രഫി സെക്ഷനുള്ള ഇത് ഹിസ്റ്ററി സെക്ഷനാണ്. ടൈം ലൈൻ ആൻഡ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതായത് ചാപ്റ്റർ 4 ആണ്. 6th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റർ 4 ടൈം ലൈൻ ആൻഡ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഈസ് ദ സ്റ്റഡി ഓഫ് ഡാഷ്. ഹിസ്റ്ററി ഈസ് ദ സ്റ്റഡി ഓഫ് ഡാഷ്. ഏതാണ്? ഹ്യൂമൻ പാസ്റ്റ്. ഏതാണ്? ഹ്യൂമൻ പാസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മ്യൂസിയം ഈസ് മെൻഷൻഡ് ഫോർ പ്രിസർവിംഗ് ഹിസ്റ്റോറിക്കൽ ഒബ്ജെക്ട്സ്. വിച്ച് മ്യൂസിയം ഈസ് മെൻഷൻഡ് ഫോർ പ്രിസർവിംഗ് ഹിസ്റ്റോറിക്കൽ ഒബ്ജെക്ട്സ്? ആൻസർ, നാഷണൽ മ്യൂസിയം, ന്യൂഡൽഹി. എന്താണ്? നാഷണൽ മ്യൂസിയം, ന്യൂഡൽഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ജിയോളജിസ്റ്റ് ആരാണ്? ഹു ഈസ് ജിയോളജിസ്റ്റ്? ജിയോളജിസ്റ്റ് സ്റ്റഡി ചെയ്യുന്നത് എന്താ? ജിയോളജിസ്റ്റ് എന്ന് പറയുന്നത് ഏതിനെക്കുറിച്ച് പഠിക്കുന്നവരാണ്? എർത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് അല്ലേ? അപ്പോൾ ഏതാണ്? എർത്ത് ഫിസിക്കൽ ഫീച്ചേഴ്സ് പഠിക്കുന്ന ആളുകളാണ് ജിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാലിയൻറ്റോളജിസ്റ്റ് ഉണ്ട്. പാലിയൻറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത് ഫോസിലിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ആന്ത്രോപോളജിസ്റ്റ് ആരാണ്? ആന്ത്രോപോളജിസ്റ്റ് സ്റ്റഡി ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് കൾച്ചേഴ്സ് ഫ്രം ദ ഓൾഡസ്റ്റ് ടൈം ടു ദ പ്രസന്റ് ആണ് ആന്ത്രോപോളജിസ്റ്റ്. സ്റ്റഡി ഓഫ് ഹ്യൂമൻ ആണ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ആർക്കിയോളജിസ്റ്റ് ആരാണ്? ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡി ദ പാസ്റ്റ് ബൈ ഡിഗിങ് അപ്പ് റിമെയിൻസ് ദാറ്റ് പീപ്പിൾ. അതായത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ലെഫ്റ്റ് ബിഹൈൻഡ് സച്ച് ആസ് ടൂൾസ്, പോട്ട്സ്, ബീഡ്സ്, ഫിഗർനെസ്, ടോയ്സ്, ബോൺസ് ആൻഡ് ടീത്ത് ഓഫ് അനിമൽസ് ആൻഡ് ഹ്യൂമൻസ്, ബേൺഡ് ഗ്രെയിൻസ്, പാർട്സ് ഓഫ് ഹൗസസ് ആൻഡ് ബ്രിക്സ് എമംഗ് അതേഴ്സ്. അതാണ്. അപ്പോൾ പാലിയൻറ്റോളജിസ്റ്റ് ആരാണ്? ഫോസിൽസിനെ. പാലിയൻറ്റോളജിസ്റ്റ് ആരാണ്? ഫോസിൽസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഓക്കെ. ആർക്കിയോളജിസ്റ്റ് ആരാണ്? ഡിഗിങ് ആൻഡ് സ്റ്റഡിയിങ് റിമെയിൻസ്. ഡിഗിങ് ആൻഡ് സ്റ്റഡിയിങ് റിമെയിൻസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1947 CE is the same as dash. 1947 CE is the same as dash. ഏതാണ്? 1947 AD ആവോ അതോ 1947 BCE ആവോ? ഏതാണ്? 1947 AD ആണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇയേഴ്സ് ബിഫോർ ദ ബർത്ത് ഓഫ് ജീസസ് ആർ മാർക്ക്ഡ് ആസ് ഡാഷ്. Years before the birth of Jesus are marked as dash. എന്താണ് ആൻസർ? BCE അല്ലേ? അപ്പോൾ എന്താണ് ആൻസർ? BCE. അടുത്ത ക്വസ്റ്റ്യൻ, there is no year 0 in the Gregorian calendar because. There is no year 0 in the Gregorian calendar because. എന്താണ് ആൻസർ? Calendars began directly from 1 CE. Calendars began directly from 1 CE. Okay. Next question, a timeline help us understand dash. A timeline help us understand dash. ഏതാണ്? Order of historical events. ഏതാണ്? Order of historical events. Okay. Next question, the number of years between 2 BCE and 2 CE. 2 BCE and 2 CE is dash. The number of years between 2 BCE and 2 CE എന്ന് പറയുമ്പോൾ എന്താണ്? 4 വരുമോ അതോ 3 വരൂ? ഏത് വരും? 3 ആണ് എൻ്റെ ആൻസർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എ സെഞ്ചുറി മീൻസ് എ പീരീഡ് ഓഫ് ഡാഷ്. എ സെഞ്ചുറി മീൻസ് എ പീരീഡ് ഓഫ് ഡാഷ്. ഏതാണ്? 100 years ആണ് അല്ലേ? 100 years ആണ് ഒരു സെഞ്ചുറി എന്ന് പറയുന്നത്. ഓക്കെ. വി ആർ കറൻ്റ്ലി ലിവിങ് ഇൻ ദ ഡാഷ്. വി ആർ കറൻ്റ്ലി ലിവിങ് ഇൻ ദ 21st century CE ആണ് അല്ലേ? അപ്പോൾ വി ആർ കറൻ്റ്ലി ലിവിങ് ഇൻ ദ 21st century CE. A millennium is a period of dash. Next question, a millennium is a period of dash. എന്താണ് ആൻസർ?
1000 ഇയേഴ്സ്. ഏതാണ്? 1000 ഇയേഴ്സ് ആണ് മില്ലേനിയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Old objects like coins, tools and pottery belong to. Old objects like coins, tools and pottery belong to. എന്താണ്? ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ് അല്ലേ? നമുക്കറിയാം, ദീസ് ആർ ദ ആർക്കിയോളജിക്കൽ സോഴ്സസ് അല്ലേ? അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാനുസ്ക്രിപ്റ്റ്സ്, പോയംസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ബിലോങ് ടു. മാനുസ്ക്രിപ്റ്റും പോയവും ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ബിലോങ് ടു ഏതാണ്? ലിറ്റററി സോഴ്സസ് ആണോ, ആർട്ടിസ്റ്റിക് സോഴ്സസ് ആണോ? ഏതാണ്? ലിറ്റററി സോഴ്സസ് ആണ് അല്ലേ? അപ്പോൾ ലിറ്റററി സോഴ്സസ് ഉണ്ട്, ആർക്കിയോളജിക്കൽ സോഴ്സസ് ഉണ്ട്. അപ്പോൾ ലിറ്റററി സോഴ്സസിൽ വരണയാണ് ഇത് അല്ലേ? അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. റോക്ക് പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ് ആൻഡ് സ്റ്റാച്യൂസ് ആർ ഡാഷ്. റോക്ക് പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ് ആൻഡ് സ്റ്റാച്യൂസ് ഏതാണ്? ആർട്ടിസ്റ്റിക് സോഴ്സസ് ആണ്. ഏതാണ്? ആർട്ടിസ്റ്റിക് സോഴ്സസ് ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റോറീസ് പാസ്ഡ് ഡൗൺ വെർബലി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ആർ. സ്റ്റോറീസ് പാസ്ഡ് ഡൗൺ വെർബലി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ആർ. ഏതായിരിക്കും? ജനറേഷൻ ടു ജനറേഷൻ ആർ ഓറൽ സോഴ്സസ്. ഏതാണ്? ഓറൽ സോഴ്സസ് ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ? സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇൻസ്ക്രിപ്ഷൻ, മാനുസ്ക്രിപ്റ്റ്, കോപ്പർ പ്ലേറ്റ്സ്, അതുപോലെ തന്നെ കോയിൻസ്, ഇതെല്ലാം ഇൻസ്ക്രിപ്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ മോണമെന്റ്സ് ഉണ്ട്. അതുപോലെ എന്താണ്? സ്ട്രക്ചേഴ്സ്, ആർക്കിയോളജിക്കൽ സോഴ്സസ്, ഫോറിൻ അക്കൗണ്ട്സ്, ഇന്ത്യൻ ലിറ്ററേച്ചർ ഏതൊക്കെയാണ്? വേദാസ്, ഇതിഹാസാസ്, പോയംസ്, ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ്, ഇതെല്ലാം അതിൽ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻസ്ക്രിപ്ഷൻ ആർ ജനറലി റിട്ടൺ ഓൺ ഡാഷ്. ഇൻസ്ക്രിപ്ഷൻ ആർ ജനറലി റിട്ടൺ ഓൺ ഏതാണ്? മെറ്റൽ ഓർ സ്റ്റോൺ. ഓക്കെ, ഇൻസ്ക്രിപ്ഷൻ ആർ ജനറലി റിട്ടൺ ഓൺ എന്താണ്? മെറ്റൽ ഓർ സ്റ്റോൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിസ്റ്റോറിയൻസ് ക്രോസ് ചെക്ക് ഡിഫറെന്റ് സോഴ്സസ് ബിക്കോസ് ഡാഷ്. ഹിസ്റ്റോറിയൻസ് ക്രോസ് ചെക്ക് ഡിഫറെന്റ് സോഴ്സസ് ബിക്കോസ് സോഴ്സസ് മേ കോൺട്രഡിക്റ്റ്. ഏതാണ്? സോഴ്സസ് മേ കോൺട്രഡിക്റ്റ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The last ice age ended around. The last ice age ended around. Ice age ended around എന്താണ്? എന്നാണ്? ഫ്ലൈയിങ് ആണോ, സെറ്റിലിംഗ് ആൻഡ് ഫാമിംഗ് ആണോ? ഏതാണ്? സെറ്റിലിംഗ് ആൻഡ് ഫാമിംഗ് ആണ് അല്ലേ? അപ്പോൾ എൻ്റെ ആൻസർ എന്താണ്? സെറ്റിലിംഗ് ആൻഡ് ഫാമിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ബിഗാൻ വെൻ ഹ്യൂമൻസ്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ബിഗാൻ വെൻ ഹ്യൂമൻസ്. ഏതാണ്? ബിൽറ്റ് സിറ്റീസ് ആണോ, സ്റ്റാർട്ടഡ് ഫാമിംഗ് ആണോ? ഏത് വരും? അതോ ഡിസ്കവേർഡ് ഇലക്ട്രിസിറ്റി വരുമോ? നമുക്കറിയാം ഏത് വരും? സ്റ്റാർട്ടഡ് ഫാമിംഗ് വരും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഏർലി ഹ്യൂമൻസ് മെയ്ഡ് ഓർണമെന്റ്സ് മെയിൻലി ഫ്രം. ഏതാണ്? സ്റ്റോൺ, ഷെൽ, ടീത്ത് അല്ലേ? ഏർലി ഹ്യൂമൻസ് മെയ്ഡ് ഏതിലാണ് ഓർണമെന്റ്സ് ഉണ്ടാക്കിയിരുന്നത് നമുക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ. റോക്ക് ഷെൽട്ടേഴ്സ് ആൻഡ് കേവ് വെയർ യൂസ്ഡ് ബൈ ഏർലി ഹ്യൂമൻസ് മെയിൻലി ഫോർ. റോക്ക് ഷെൽട്ടേഴ്സ്, കേവ്സ് വെയർ യൂസ്ഡ് ബൈ ഏർലി ഹ്യൂമൻസ് മെയിൻലി ഫോർ എന്താണ്? ഷെൽട്ടർ ആൻഡ് സേഫ്റ്റി. എന്താണ്? ഷെൽട്ടർ ആൻഡ് സേഫ്റ്റിക്കാണ് അല്ലേ? അപ്പോൾ വേറെ ഒന്നുണ്ട്, ബിംബക്തയൊക്കെ ഉണ്ടല്ലേ? ബിംബക്തയൊക്കെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ നോക്കിയേക്കണം. പെയിൻറ്റിങ് ആണ് അല്ലേ? ബിംബക്ത എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പെയിൻറ്റിങ് ആണ് ആ ഒരു ടൈമിലുള്ള, അതൊക്കെ നോക്കി വയ്ക്കണം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഈ ടെക്സ്റ്റ് കംപ്ലീറ്റ് ഒന്ന് വായിക്കണം. വായിച്ചതിന് ശേഷം വേണം, അവസാനം വേണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കാൻ. ഇപ്പോൾ ബിംബക്ത എന്ന് പറയുന്നത് അറിയാമല്ലോ, വാൾ പെയിൻറ്റിങ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വയ്ക്കണം കേട്ടോ. ഇപ്പോൾ വെൽഫെയർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ. വെൽഫെയർ എന്താണ്? വാട്ട് ഈസ് വെൽഫെയർ? ഹെൽത്ത്, പ്രോസ്പെരിറ്റി ആൻഡ് വെൽബീയിങ് അല്ലേ? അടുത്തത് വാട്ട് ഈസ് ഹാംലെറ്റ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഹാംലെറ്റ്, ഓംലെറ്റ് അല്ല, ഹാംലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്മോൾ സെറ്റിൽമെൻറ്റ് ഓർ സ്മോൾ വില്ലേജിനെയാണ് ഹാംലെറ്റ് എന്ന് പറയുന്നത്. എന്താണ്?
സ്മോൾ സെറ്റിൽമെൻറ്റ് ഓർ സ്മോൾ വില്ലേജ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ ഫസ്റ്റ് നല്ലപോലെ വായിച്ചതിന് ശേഷം ഈ MCQ ഒന്ന് കേട്ട് നോക്കുക. MCQ മാത്രം പഠിച്ചാൽ മതിയാകും. ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഇത് മാത്രം മതിയാകും, പഠിച്ചാൽ കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കേട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, സീ യു ടുമാറോ.